കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡും CMRL മുഖ്യമന്ത്രിയുടെ മകളുടെ IT കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻ തമ്മിലുള്ള വിവാദ സാമ്പത്തിക ഇടപാടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടക്കുകയാണ്. സംസ്ഥാനത്തെ കരിമണൽ ഖനന നിയമങ്ങൾ പൊതുജനത്തോട് പറയാൻ ഇപ്പോഴും മാധ്യമങ്ങൾ മടിക്കുകയാണ്. കാരണം അവരും പണം കൈപ്പറ്റിയിട്ടുണ്ട്. മോണോസൈറ്റ് അടങ്ങിയ തീരദേശ നിക്ഷേപങ്ങളുടെ ഖനനത്തിന് കേന്ദ്ര സർക്കാർ 2019 ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കാൻ 4 വർഷത്തോളം കാലതാമസം വരുത്തിയെന്ന് ഇതിനോടകം തെളിവ് സഹിതം കണ്ടെത്തിയിട്ടുമുണ്ട്. 1600 കോടിയിലധികം വരുന്ന അഴിമതി. ഇതിന് സൗകര്യമൊരുക്കിയത് പിണറായി സർക്കാരാണെന്ന് രേഖകൾ കാണിക്കുന്നു. അതായത് വീണ വിജയന് കിട്ടിയ പണത്തിന്റെ സേവനം എന്താണെന്ന് വ്യക്തമായി വെളിപ്പെടുത്തുന്ന രേഖകൾ. ആലുവ ഇടയാർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന CMRL രാജ്യത്തെ ഏറ്റവും വലിയ സിന്തറ്റിക് റൂട്ടെയിൽ നിർമ്മാതാക്കളും സംസ്ഥാനത്തെ പ്രമുഖ ധാതു സംസ്കരണ കമ്പനിയുമാണ്. സിന്തറ്റിക് റൂട്ടെയിൽ, ഫ്ലെറിക് ക്ലോറൈഡ് എന്നിവ ആഭ്യന്തര കയറ്റുമതി വിപണികളിൽ എത്തിക്കുന്ന കമ്പനിക്ക് 100 കണക്കിന് കോടി രൂപയുടെ വാർഷിക വിറ്റുവരവുണ്ട്. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് സമർപ്പിച്ച രേഖകൾ പ്രകാരം വിവാദ കാലയളവിൽ കമ്പനിയുടെ വാർഷിക വിറ്റുവരവ് 400 കോടി കടന്നിരുന്നു. 2022-23 സാമ്പത്തിക വർഷത്തിൽ ഇത് 444 കോടിയിലെത്തുകയും ചെയ്തു. ഇതിൽ വലിയൊരു പങ്ക് കയറ്റുമതിയിലൂടെ ലഭിച്ചതാണ്. സിന്തറ്റിക് റൂട്ടെയിൽ നിർമ്മാണത്തിനായി കമ്പനിക്ക് പ്രതിവർഷം 1 ലക്ഷം മെട്രിക് ടണ്ണോളം ഇൽമനൈറ്റ് ആവശ്യമുണ്ട്. അസംസ്കൃത വസ്തുക്കളുടെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കാനായി 2001 CMRLന്റെ പങ്കാളിത്തത്തോടെ കേരള റെയർ എർത്ത് ആൻഡ് മിനറൽസ് ലിമിറ്റഡ് KREML എന്ന സ്വകാര്യ കമ്പനി രൂപീകരിച്ചു. തീരദേശ മേഖലയിൽ നിന്ന് ദീർഘകാലത്തേക്ക് ധാതുക്കൾ ലഭ്യമാക്കുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. തുടർന്ന് ആലപ്പുഴ ജില്ലയിൽ തീരദേശ ഭൂമി വാങ്ങിയ കമ്പനി കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ മോണോസൈറ്റ് അടങ്ങിയ തീരങ്ങളിൽ നിന്ന് കരിമണൽ ഖനനം നടത്തുന്നതിനായി 2004 ഖനനാനുമതി സ്വന്തമാക്കി. ഖനനവുമായി ബന്ധപ്പെട്ട് കൃത്യം 29 അപേക്ഷകളാണ് കമ്പനി സംസ്ഥാന മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന് സമർപ്പിച്ചിരുന്നത്. എന്നാൽ സ്വകാര്യ ഖനനത്തിനെതിരെ ഉയർന്ന പ്രതിഷേധത്തെ തുടർന്ന് 2004-ലും 2010-ലും അധികാരത്തിലിരുന്ന സർക്കാരുകൾ തടസ്സങ്ങൾ സൃഷ്ടിച്ചതോടെ പദ്ധതി നീണ്ട നിയമ പോരാട്ടങ്ങളിലേക്ക് നീങ്ങി. സർക്കാർ തീരുമാനങ്ങളെ കമ്പനി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുകയും അനുകൂല ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്തു. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലുകൾ 2016 ഒക്ടോബറിൽ സുപ്രീംകോടതി തള്ളി. തുടർന്ന് ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റ അതേ കാലയളവിലാണ് വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ഈ ഖനന പദ്ധതിക്ക് വീണ്ടും ജീവൻ വെക്കുന്നത്. എന്നാൽ 2019 ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ അറ്റോമിക് മിനറൽ കൺസഷൻ റൂൾസ് ഭേദഗതി ചെയ്തതോടെ കരിമണൽ ഖനനം സർക്കാർ കമ്പനികൾക്ക് മാത്രമായി. തീരദേശത്തെ കരിമണലിൽ ആണവ ധാതുക്കളുടെ സാന്നിധ്യം 0.75% കൂടുതലാണെങ്കിൽ അത്തരം മേഖലകളിലെ ഖനനാനുമതി പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കോ സർക്കാർ ഉടമസ്ഥതയിലുള്ള കോർപ്പറേഷനുകൾക്കോ മാത്രമേ നൽകാൻ പാടുള്ളൂ എന്നായിരുന്നു കേന്ദ്ര ഭേദഗതി. ഇതോടെ KREMLന് അനുവദിച്ച ഖനനം 2019 മുതൽ നിയമവിരുദ്ധമായി. സ്വകാര്യ കമ്പനി ആയതിനാൽ അവർക്ക് ഖനനം തുടരാനോ CMRLന് അസംസ്കൃത വസ്തുക്കൾ എത്തിക്കാനോ നിയമപരമായി സാധിക്കുമായിരുന്നില്ല. കേന്ദ്ര നിയമ ഭേദഗതി വന്നതിനാൽ ഖനനം നിർത്താൻ 2019 മാർച്ചിൽ കേന്ദ്ര ഖനി മന്ത്രാലയവും പിന്നാലെ ഏപ്രിലിൽ സംസ്ഥാന മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഡയറക്ടറും സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായി കത്ത് നൽകിയിരുന്നു. എന്നാൽ കേന്ദ്രത്തിന്റെ കർശന നിർദ്ദേശങ്ങൾ നിലനിൽക്കെ തന്നെ KREMLന്റെ ഖനനാനുമതിയും അതുമായി ബന്ധപ്പെട്ട അപേക്ഷകളും റദ്ദാക്കാൻ പിണറായി സർക്കാർ തയ്യാറായില്ല. തുടർച്ചയായ പരാതികൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ കേന്ദ്ര ഭേദഗതി വന്ന് 4 വർഷത്തോളം സംസ്ഥാന സർക്കാർ റദ്ദാക്കൽ ഉത്തരവ് വൈകിച്ച ഈ കാലയളവിലാണ് CMRL വൻതോതിൽ വാണിജ്യ പ്രവർത്തനം നടത്തിയത്. കമ്പനിയുടെ വാർഷിക കണക്കുകൾ പ്രകാരം 2021-20-21 239 കോടി, 2021-22 290 കോടി, 2022-23 444 കോടി, 2023-24 300 കോടി. ഇങ്ങനെ ഈ 4 വർഷത്തിനിടെ CMRL നടത്തിയ മൊത്തം ബിസിനസ് 1500 കോടി രൂപയ്ക്ക് മുകളിലാണ്. ഇതേ കാലയളവിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള IT കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും CMRLും തമ്മിലുള്ള വിവാദ സാമ്പത്തിക ഇടപാടുകളും നടക്കുന്നത്. 2017 മുതൽ 2020 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ എക്സാലോജിക്കും വീണ വിജയനും CMRLിൽ നിന്ന് ഏകദേശം 1.72 കോടി രൂപ കൈപ്പറ്റിയതായി ആദായനികുതി ഇടക്കാല സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് SFIO നടത്തിയ അന്വേഷണത്തിൽ ഈ തുക ഏകദേശം 2.73 കോടിയാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എക്സാലോജിക് കമ്പനി CMRLന് യാതൊരു സേവനവും നൽകിയതായി തെളിവുകളില്ലാതിരുന്നിട്ടും കരാർ പ്രകാരം പ്രതിമാസ പേയ്മെന്റുകൾ കൃത്യമായി നൽകിയിരുന്നതായി CMRL MD ശശിധരൻ കർത്ത ആദായനികുതി സെറ്റിൽമെന്റ് ബോർഡിന് സത്യവാങ്മൂലം നൽകിയിരുന്നു. എന്നാൽ ബാങ്കുകൾ വഴി നടത്തിയ സുതാര്യമായ വാണിജ്യ ഇടപാടുകളാണിതെന്നും തങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നുമാണ് വീണ വിജയനും മുഖ്യമന്ത്രിയും ആവർത്തിക്കുന്നത്. SFIO അന്വേഷണവും ഹർജികളും നിലവിൽ കോടതികളുടെ പരിഗണനയിലാണ്. ഇതിനിടെ ഈ ആഴ്ച CMRL ഓഫീസുകളിലും ഉദ്യോഗസ്ഥരുടെ വീടുകളിലും ED നടത്തിയ റെയ്ഡുകൾ കരിമണൽ ഖനന നിരോധനവും ലൈസൻസ് റദ്ദാക്കുന്നതിൽ സർക്കാരിനുണ്ടായ കാലതാമസവും ഇതേ കാലയളവിൽ എക്സാലോജിക്കിലേക്ക് ഒഴുകിയ പണവും തമ്മിലുള്ള ബന്ധം വ്യക്തമാണ്. ഇതാണ് അഴിമതി കേസുകളിൽ കോടതികൾ നോക്കുന്ന ക്വിഡ് പ്രോ ക്വോ.
വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം വേണ്ട, ഗുരുതര കുറ്റമാണിതെന്ന് മുതിർന്ന IPS ഉദ്യോഗസ്ഥരും നിയമവിദഗ്ധരും ഉപദേശിച്ചതായി അറിയുന്നു.